ശരി, ഞാൻ അനുമതി വാങ്ങിക്കൊടുക്കാം. പക്ഷേ ഒരു കാര്യം ചെയ്യാവൂ. മന്ത്രിയുടെ താമസം വെളുപ്പിൻകോടി പ്ലാനിനടുത്തേക്ക് മാറ്റാമോ? അവിടെ വീട് കണ്ടെത്തി അവിടെ താമസിക്കാമോ? രാധാകൃഷ്ണൻ മാത്രമല്ല, CM-ഉം മറ്റു മന്ത്രിമാരും ഒക്കെ വെളുപ്പിൻകോട്ടേക്ക് താമസം മാറ്റണം. പറ്റുമോ? എങ്കിൽ പ്ലാനിന്റെ അനുമതി വാങ്ങിത്തരാം. സിദ്ധാർത്ഥൻ കളിയാക്കുകയാണോ? കാര്യമായിട്ട് പറഞ്ഞതാ. വെളുപ്പിൻകോടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ അങ്ങോട്ട് താമസം മാറ്റി ജനങ്ങൾക്കൊരു വിശ്വാസം കൊടുക്കണം. ഒരു പാർട്ടി നേതാവ് പറയേണ്ട വാക്കുകളല്ല സിദ്ധാർത്ഥൻ പറയുന്നത്. ഈ പാർട്ടി നേതാവ് എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പൊട്ടി വീണതൊന്നും അല്ലല്ലോ. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഈ പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയൊക്കെ എതിർപ്പൊരു പ്രശ്നമാണ്. പക്ഷേ ഈ പാർട്ടിക്ക് ഫണ്ട് കിട്ടുന്നത് മുടക്കാനും പാടില്ലല്ലോ. ഇയാൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കടോ. പ്ലാന്റ് വന്നാൽ കൈയിട്ട് വരാനാണെങ്കിൽ അതിപ്പോ ത്യാഗരാജനാണെങ്കിലും മുഖ്യമന്ത്രി ആയാലും ഞാൻ എതിർക്കും. അപ്പോ MLA-യുടെ കുടുംബക്കാർ ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനമോ? കുടുംബക്കാരല്ല മിനിസ്റ്ററെ, നാട്ടുകാരുടെ തീരുമാനം. വെളുപ്പിൻകോട് പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ആ നല്ല നാടിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് രാധാകൃഷ്ണനും അറിയാം. സംസ്കരിക്കാനുള്ള മാലിന്യം ടിപ്പറുകളിൽ കൊണ്ട് തട്ടും. അവിടെ എത്തുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും ഓരോ ദിവസവും സംസ്കരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഫാക്ടറി അടഞ്ഞു കിടക്കും. ആ ദിവസങ്ങളിലും മാലിന്യം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. വെളുപ്പിൻകോട് ഒരു മാലിന്യ ഗ്രാമമാവും. ശുദ്ധവായു വീശുന്ന നാട്ടിൽ മാലിന്യത്തിന്റെ നാറ്റം പടരും. ശുദ്ധവെള്ളം ഒഴുകുന്ന തോടുകൾ മാലിന്യത്തോടാവും. അസുഖങ്ങൾ പടരും. അട്ടയും പുഴുവും നാട് കീഴടക്കും. അല്ലേ? അതല്ലേ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊരു വലിയ വിഷമാവും അല്ലേ സാറേ? അല്ല, അത് പണിയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കും. ഓ, അങ്ങനെയാണല്ലേ? ഞാനും മന്ത്രിസഭയിലെ എല്ലാവരും കൂട്ടത്തോടെ വെളുപ്പിൻകോട് താമസം മാറ്റിയാൽ നടപടിയാവും അല്ലേ? അതെ രാധാകൃഷ്ണ, അങ്ങനെ തന്നെ. മാലിന്യ പ്ലാന്റ് വേണം. അതിന് കൃത്യമായ ഒരുക്കങ്ങൾ വേണം. വെളുപ്പിൻകോട് എന്ന പ്രദേശം പ്ലാന്റിന് ഒട്ടും അനുയോജ്യമല്ല. വളരെ വില കുറച്ച് KK നായർക്ക് അവിടെ ഭൂമി കിട്ടിയെന്നുള്ളതാ ആ പ്രദേശത്ത് ഫാക്ടറി വരാനുള്ള കാരണം അല്ലേ? നടക്കില്ല രാധാകൃഷ്ണ. ജനങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ടല്ല പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോ ഈ വിഷയത്തിൽ സിദ്ധാർത്ഥൻ സാർ ഒരു വഴി കണ്ടു കാണും അല്ലേ? അതെന്ത് വേണോന്ന് മുതിർന്ന നേതാക്കൾ തീരുമാനിച്ചോളും. ത്യാഗരാജൻ ചെല്ല്. ഓ സാറേ, എന്നാ ഞാൻ അങ്ങോട്ട്. സിദ്ധാർത്ഥൻ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ പിൻ സീറ്റ് ഡ്രൈവ് അധികകാലം പോവില്ല. എന്നെക്കാൾ തിരിച്ചറിവുള്ള ആളാ ദേവിക. വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് ദേവികയ്ക്ക് നന്നായിട്ടറിയാം. ഒരു പിൻസീറ്റ് ഡ്രൈവിങ്ങും ആവശ്യമില്ല. ദേവികയെ തടയാന്ന് ആരും വിചാരിക്കുകയും വേണ്ട. രാധാകൃഷ്ണ, പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്യും. ഈ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറാൻ KK നായരെ ഒന്ന് ഉപദേശിക്കും. അല്ലെങ്കിൽ അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ. കൃത്യമായ രൂപരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെടും. നാടിന് ദോഷമായ ഈ പ്ലാന്റിന് നമ്മൾ കൂട്ടു നിൽക്കരുത് രാധാകൃഷ്ണ. മനുഷ്യനെന്ന നിലയ്ക്ക് സ്നേഹത്തോടെ പറയുക.